ഓപ്ഷൻസിൽ വന്ന മാറ്റങ്ങൾ ഇനി എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഒരു 10-15 കൊല്ലത്തെ ടോട്ടൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാല്യുവേഷനിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2025 ആദ്യത്തെ ഒരു ക്വാർട്ടറോ 2 ക്വാർട്ടറോ മാർക്കറ്റ് സ്റ്റാഗായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് 0 റിട്ടേൺ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റാണ്. അവർ ഓൾറെഡി ലോൺ എടുത്ത പൈസയാണല്ലോ. അപ്പോൾ ഓൾറെഡി അവർക്ക് എത്ര വേണം ലോൺ അടയ്ക്കാനായിട്ട്? ഒരു 10% ആവറേജ് റിട്ടേൺ കിട്ടണം. 2025 നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെ 2024 വർഷം കടന്നുപോയി, 2025 വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈം ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ലൊരു വർഷം തന്നെയാണ് 2024 എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടൈമർക്ക് അത്രയും നല്ല വർഷമായിരുന്നു. എനിക്ക് നല്ല വർഷം. സെപ്റ്റംബർ വരെ അടിപൊളിയായിരുന്നു. നിനക്കാരംഭായിരിക്കും, എനിക്ക് നല്ല വർഷം. തീർച്ചയായിട്ടും എനിക്ക് നല്ല വർഷമാണ്. അപ്പം 2024 പലർക്കും ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആളുകളുണ്ട്, നഷ്ടം വന്ന ആളുകളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഓവറോൾ 2024 പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇയറാണ്. ഞാൻ ഓവറോൾ പറഞ്ഞത് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് സെപ്റ്റംബറിന് ശേഷം അത്ര നല്ല കാലഘട്ടം ആയിരുന്നില്ല. മാത്രമല്ല ഓപ്ഷൻ ട്രേഡേഴ്സിന് അവസാന കുറച്ച് മാസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓൾറെഡി ആ ഒരു പ്രോഫിറ്റ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡൗൺ സൈഡ് എന്നെ അത്ര അഫക്റ്റ് ചെയ്തില്ല. ചിലപ്പോൾ അതായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, മേ ബി. ഓക്കെ, അപ്പോൾ എന്തായാലും 2024 ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ നഷ്ടപ്പെടുത്തി, പക്ഷെ അത് നമുക്ക് 2025 നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെഗ്മെൻറ്റ്സിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ. 2025 നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതാണല്ലോ പ്രധാന ക്വസ്റ്റ്യൻ. 2025 കുറിച്ചിട്ട് പൊതുവെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ അനലിസ്റ്റ് റിപ്പോർട്ടുകളും ഒക്കെ സംസാരിക്കുന്നത് 2025 വലിയ റിട്ടേൺ നൽകാൻ പോകുന്ന വർഷമല്ല എന്നുള്ളതാണ്. 2025 ഒരു കൺസോളിഡേഷൻ ഇയറാണ്, ഒരു വോളട്ടൈൽ ഇയറാണ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം 2025 കുറച്ച് പ്രത്യേകതകളുണ്ട്. 2025 ട്രംപ് അധികാരമേൽക്കാൻ പോകുന്ന വർഷമാണ്. 2024 അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി വാറുകൾ നടന്ന വർഷമാണ്. 2023 വാറുകൾ ഉണ്ടായിരുന്ന ഒരു വർഷമാണ്. പക്ഷേ 2025 ഞാൻ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത വളരെ ശാന്തസുന്ദരമായിട്ടുള്ള 2025 ഞാൻ കാണുന്നത്. പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വൈറസ്, അത് ഇനിയും അങ്ങനെ ഒരു വൈറസിനൊന്നും വളരെ പെട്ടെന്നൊന്നും ഇനി മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. സോ ലെറ്റ് സി എന്നുള്ളതാണ്. പക്ഷേ 2025 നോക്കിക്കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രംപ് ചൈന വാർ തന്നെയായിരിക്കും. ട്രേഡിൽ ചൈനയെ അമേരിക്ക വലിയ രീതിയിൽ തടയാൻ നോക്കുകയാണെങ്കിൽ, ചൈന ഒരു ട്രേഡ് വാറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതൊരു വലിയ സീൻ കോൺട്രയിലോട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ട്രംപിനെ പോലുള്ളൊരു ബിസിനസ് മാൻ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമേരിക്കൻ എക്കണോമി തന്നെ ഒരു സോഫ്റ്റ് ലാൻഡ്, ഒരു സേഫ് ലാൻഡിലോട്ട് റിപ്പോ റേറ്റ് കുറച്ച് ഇൻഫ്ലേഷൻ കൂടാതെ നോക്കി ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ അത് തന്നെയാണ് നോക്കുന്നത്. നമുക്ക് ഈ തവണ റിപ്പോ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ഇന്ത്യയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വളരെ നല്ല സ്ട്രക്ചറിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞത് മാർക്കറ്റ് 21,000 കറക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ആ ഒരു വ്യൂവിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വരുത്തുന്നില്ല. മാർക്കറ്റ് തിരിച്ചു കയറി, ശരിയാണ്, 22,300 23,000 റേഞ്ചിലൊക്കെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു സാധ്യത കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബീറിഷ്നെസ് ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. അതാണ് എൻ്റെ വ്യൂ. കാരണം S&P 500 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ US ഇൻഡെക്സിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ഇൻഡെക്സിൻ്റെ P റേഷ്യോ നിയർലി 29 ഒരു ഹൈ വാല്യുവേഷനിലാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഒരു 10-15 കൊല്ലത്തെ ടോട്ടൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാല്യുവേഷനിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഹൈ ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള 2023-24 വെച്ച് നോക്കുമ്പോൾ 2025 ഒരു ഹൈ ലിക്വിഡിറ്റി മാർക്കറ്റ് തന്നെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ റീറ്റെയിലേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പമ്പ് 2025 പണ്ടത്തെ അത്രയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല F&O മാർക്കറ്റിൽ വന്ന വലിയ ചേഞ്ചുകൾ ഇന്ത്യൻ മാർക്കറ്റിന് കുറച്ചുകൂടി സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ചിലപ്പോൾ ഉണ്ടാക്കി തന്നേക്കാം. അപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ ചാടിക്കയറി ഒന്നിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒന്ന് വെയിറ്റൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഫെബ്രുവരിയിൽ നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് വരുന്നുണ്ട്. യൂണിയൻ ബഡ്ജറ്റിൽ കൂടുതൽ ക്യാപെക്സ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കാരണം 2024 ഓൾറെഡി പറഞ്ഞ ക്യാപെക്സ് സ്പെൻഡ് ചെയ്ത് തീർക്കാത്തൊരു ഗവൺമെൻറ് നമ്മളോട് പറയുകയാണ് 2025 കൂടുതൽ സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് വിശ്വസിക്കേണ്ട. മാത്രമല്ല 2024 പെൻഡിങ് വെച്ചിരിക്കുന്ന ക്യാപെക്സ് കൂടി 2025 നമുക്ക് വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിന്
നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി തരും. എന്നാൽ ഓവറോൾ വ്യൂ വളരെ ശോഭനീയമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ലാർജ് ക്യാപ്പിൽ ഇപ്പോൾ FMCGയിൽ വലിയ കറക്ഷൻ കഴിഞ്ഞ് തിരിച്ച് കയറി വരുന്നുണ്ട്. FMCG പോലെ സേഫ് ബെറ്റ്, IT നല്ല ബെറ്റാണ്, ഫാർമ നല്ല ബെറ്റാണ്. ബാങ്കിങ്ങിൽ നമ്മൾ വിചാരിച്ച ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ബാങ്കിങ്ങിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ബാങ്ക് ഇപ്പോഴും കൺസോളിഡേറ്റ് ചെയ്യണം. എന്നാൽ സ്മോൾ ക്യാപ്പിലെ പല സ്റ്റോക്കുകളും നല്ല വാല്യൂ ഉള്ള, നല്ല ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഉള്ള പല സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് 2025 നൽകുമെന്നാണ് നമുക്ക് മൊത്തത്തിൽ സ്വിഗ്ഗി, സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനീസിനൊക്കെ. യെസ്, അത് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിച്ച കാര്യമാണ്. പ്ലാറ്റ്ഫോം ഡിജിറ്റൽ കമ്പനികൾ ഇന്ത്യയിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കും. ഇത് ഒരു പക്ഷേ നമ്മുടെ നോർമൽ FMCG കമ്പനികൾക്ക് ചെറിയ അടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ്ലി ആണ്. പക്ഷെ അവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഇവർ പലപ്പോഴും വിൽക്കുന്നത്. അപ്പോൾ 2024 നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന മറ്റൊരു കാര്യം ഗോൾഡും സിൽവറുമാണ്. എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ എനിക്ക് തോന്നുന്നു 20% റിട്ടേൺ. 25 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 2025 അത് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോൾഡിന് വില കുറയുന്നല്ല, 2024 ഗ്രോ ചെയ്ത് അത്രയും ചിലപ്പോൾ 2025 ഗ്രോ ചെയ്യും. കാരണം ഈ ട്രംപിനെ പോലുള്ള ഒരാൾ ഗ്ലോബൽ തലപ്പത്ത് വന്നിരിക്കുമ്പോൾ കുറച്ചുകൂടി റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ല. കാരണം പുള്ളി അതായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്രിപ്റ്റോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള, ക്രിപ്റ്റോയിലൊക്കെ ആ ഒരു ഗ്രോത്ത് കാണാനുള്ള ഫസ്റ്റ് റീസൺ തന്നെ ട്രംപ് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്രിപ്റ്റോയിലൊക്കെ നല്ലൊരു കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ റിസ്ക് അവിടേക്ക് എടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2025 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ലെസ് ആണുള്ളത്. ഞാൻ അതിനോട് വലിയ കാര്യമായിട്ട് യോജിക്കുന്നില്ല. അത് സുനിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. നമുക്ക് റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതായത് 2025, അതായത് എനിക്ക് തോന്നുന്നു പലരും, അതായത് ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടി നോളജ് ഉള്ളതുകൊണ്ട് തന്നെ SIP ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ആളുകൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സുനിൽ പറയുന്നത് 25 ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിലേഴ്സിന് ഉണ്ടാവില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവരോട് തന്നെ കമന്റ് ചെയ്യാൻ നമുക്ക് പറയാം എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനുള്ള ചാൻസ് ആണോ കൂടുതൽ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുമെന്നുള്ളത്? ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയാം. 2024 അവസാനമായപ്പോഴേക്കും നമ്മൾ മാർക്കറ്റ് കണ്ടുവന്ന പ്രതിഭാസം എന്താണ്? സെറോദ ഉൾപ്പെടെയുള്ള ബ്രോക്കേഴ്സ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റീസ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നു. മാത്രമല്ല 2024 അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഗ്രൂപ്പുകളിൽ ചോദിക്കുമ്പോൾ ലോൺ എടുത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതായത് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അല്ല, അവർക്ക് സെപ്റ്റംബർ മുതൽ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നില്ല. 2025 ആദ്യത്തെ ഒരു ക്വാർട്ടറോ 2 ക്വാർട്ടറോ മാർക്കറ്റ് സ്റ്റാഗായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് 0 റിട്ടേൺ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റാണ്. അവർ ഓൾറെഡി ലോൺ എടുത്ത പൈസയാണല്ലോ. അപ്പോൾ ഓൾറെഡി അവർക്ക് എത്ര വേണം ലോൺ അടയ്ക്കാനായിട്ട്? ഒരു 10% ആവറേജ് റിട്ടേൺ കിട്ടണം. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവർ വെറുതെ നിന്നാൽ പോലും അവർക്ക് ആക്ച്വലി നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വലിയ റിട്ടേൺ കിട്ടുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഒരു -10 -15% ആണ്. അപ്പോൾ ആ നഷ്ടം സഹിച്ചുകൊണ്ട് അവർ അധികം നാൾ അവരുടെ ഹോൾഡിങ്സ് കണ്ടിന്യൂ ചെയ്യില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ലോൺ എടുത്ത പൈസകളും മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയിൽ മാർക്കറ്റിൽ വന്ന പൈസകളും മാർക്കറ്റിൽ നിന്ന് വിഡ്രോവലിലോട്ട് പോകും. അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ എക്സ്ട്രാ എക്സ്പോഷർ, എക്സ്ട്രാ ലിക്വിഡിറ്റി മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആവുകയും ഈ ലിക്വിഡിറ്റി വലിയ പ്ലേയേഴ്സിലോട്ട് ഷിഫ്റ്റ് ആകുകയും ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇവിടെ സ്റ്റേബിൾ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഈ പറയുന്ന ലോൺ എടുത്ത പൈസ മാർക്കറ്റിൽ നിന്ന് പോകുമ്പോൾ അത് മാർക്കറ്റിൽ ഒരു കറക്ഷന് സാധ്യതയുണ്ട്. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അത്രമാത്രം റീറ്റെയിലേഴ്സിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെറോദ നമ്മളെ കാണിക്കുന്നത്. സെറോദ എന്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു? സെറോദ പോലുള്ളൊരു ബ്രോക്കർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന സെറോദ പോലുള്ളൊരു ബ്രോക്കർ ആ ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ, ആ ഫെസിലിറ്റി ഇപ്പോൾ നമ്മൾ പോലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ പലരും വിചാരിച്ച് ഇതെന്തോ പ്രൊമോഷണൽ വീഡിയോ ആണെന്ന് പോലും വിചാരിച്ചു. അപ്പോൾ ഇന്ത്യ മൊത്തമുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് മാർക്കറ്റ് മൂവ് ചെയ്യാതെ നിൽക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ആദ്യമൊക്കെ എല്ലാ ദിവസവും പേയ്മെൻറ്റ് എടുക്കുമ്പോൾ ആൾക്കാരത് അക്സെപ്റ്റബിളാണ്. 3 മാസം അടുപ്പിച്ച് പൈസ പോകുന്നുണ്ട്, പക്ഷേ സ്റ്റോക്ക് അപ്പ് ആവുന്നില്ല. അപ്പോൾ അവിടെ നെഗറ്റീവ് ആവുകയും അവിടെ സെൽ ഓഫിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു ഹ്യൂജ് സെൽ ഓഫ് എനിക്ക് തോന്നുന്നില്ല 25 തുടക്കം വരും, ഒരു 26 ഒക്കെ ആകുമ്പോഴേക്കും വരാനുള്ള ചാൻസ് ആണ്. ഹ്യൂജ് സെൽ ഓഫ് എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു പക്ഷേ മാർക്കറ്റിൽ എക്സ്ട്രാ ഡൗൺ സൈഡിനോ എക്സ്ട്രാ അപ്പ് സൈഡിനോ
കാരണമാവാനുള്ള നമ്മൾ already സാധ്യത discuss ഞാനത് ചെയ്തിരുന്നു. പറഞ്ഞത്. അപ്പോൾ മാത്രമല്ല ലോൺ എടുത്ത എമൗണ്ട് 2024 ഒത്തിരി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ്സ് കുറയുകയും ബാങ്കുകളിൽ ഫണ്ട് കുറയുകയും അത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരികയും ചെയ്തത്. എന്നാൽ 2025 ഫെബ്രുവരിയോട് കൂടി റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ബോണ്ട് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ഫണ്ട് ബോണ്ട് മാർക്കറ്റിലോട്ട് ചെറിയ ഷിഫ്റ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ 2025 ഒരു പക്ഷേ ഒരു സൈഡ് വേസ് ട്രെൻഡ് കൂടുതൽ കാലം നിലനിൽക്കാൻ ഒരു സാധ്യത നമുക്ക് കാണാം. 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് ഞാൻ കാണുന്നത് ജിയോ ലിസ്റ്റിങ്ങിലോട്ട് വരാനുള്ള സാധ്യതയാണ്. 2025 ജിയോ ലിസ്റ്റ് ചെയ്യും എന്നാണ്. നമുക്കറിയാം അത്രയും വലിയൊരു ബ്രാൻഡാണ് ജിയോ. ഭയങ്കര ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 5G 6G അല്ലെങ്കിൽ അത്രയും ടെക്നോളജി ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള അത്രയും റീറ്റെയിലേഴ്സിൻ്റെ ഇടയിലോട്ടുള്ള ഒരു പെനിട്രേഷൻ കിട്ടിയൊരു കമ്പനി ലിസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ അതിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് അൺലോക്ക് ചെയ്യും. എയർടെല്ലിൻ്റെ അത്രയുള്ളൊരു വാല്യൂയിലോട്ട് ജിയോ ഓട്ടോമാറ്റിക്കലി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾറെഡി റിലയൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ജിയോൻ്റെ ഷെയർസ് കിട്ടും. അതായത് റിലയൻസിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് അൺലോക്ക് ചെയ്യും. റിലയൻസ് റീസെൻറ്റ് ടൈമിൽ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കൂടുതൽ റിലയൻസ് സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ്സ് ജിയോ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് റിലയൻസ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ റിലയൻസ് ഗ്രൂപ്പിന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ചിലപ്പോൾ പണി കൊടുത്തേക്കാം. എന്നാലും അവിടെ ഒരു ലോങ് ടൈം സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ രണ്ട് സ്റ്റോക്കും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 2025 ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ അതുകൊണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ സജസ്റ്റ് ചെയ്തത്. അതായത് പക്ഷേ റിസ്ക് ഉണ്ടെങ്കിലും 2025 ഓവറോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിലും നല്ല സ്മോൾ ക്യാപ് കമ്പനികൾ നല്ല ഗ്രോത്ത് കാണിക്കും. ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഉള്ള കമ്പനികൾ നല്ല ഗ്രോത്ത് കാണിക്കും. മിഡ് ക്യാപ് ഇൻഡെക്സ് കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. ഞാൻ നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. ലാർജ് ക്യാപ്പും കുറച്ച് അട്രാക്റ്റീവ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്മോൾ ക്യാപ്പ് കമ്പനികൾ ഒരു 10,000 കോടി അല്ലെങ്കിൽ ഒരു 15,000 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ടൈപ്പ് ഓഫ് നല്ല ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഉള്ള കമ്പനികൾ സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പ് ആകുന്ന ഒരു വർഷമായിരിക്കും 2025 ആക്ച്വലി. അങ്ങനെയല്ല, അത് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഏത് സെക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ? ഇപ്പം ട്രംപ് കയറിയ സ്ഥിതിക്ക് IT സെക്ടേഴ്സിൽ ആ ഒരു ബൂം കാണാൻ പറ്റും. ട്രംപ് കയറിയ സ്ഥിതിക്ക് ITയും ഫാർമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. കാരണം ചൈനയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് പ്രാതിനിധ്യം കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഇതെങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല. പുള്ളി ഇപ്പോൾ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോകണില്ലെന്ന് അത് 20-ാം തീയതിയാണ് ട്രംപ് ഭരണത്തിൽ കയറുക. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മിക്കവാറും ചിലപ്പോൾ ഒരു പക്ഷേ 20-ാം തീയതി മോദി ചിലപ്പോൾ അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പറക്കും. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല, ജനുവരി അവസാനത്തോടു കൂടി നമ്മൾ പിന്നെ ഫെബ്രുവരി 1 വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. അത് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജനുവരി തുടക്കമായി ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യണം പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ഫെബ്രുവരി 1 ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. ഇല്ല, ഞാൻ പറയുന്നത് SIP ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് SIP തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. SIP ചെയ്യുന്ന ആൾക്കാർ ഇത് ഇങ്ങനെയുള്ള യുദ്ധം വരുന്നതോ ട്രംപ് വരുന്നതോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻവെസ്റ്റ്, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ ഈ ലപ്സം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളോ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സ്വിങ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ രീതിയിൽ നിങ്ങൾ കണ്ട് സ്വിങ്ങൊക്കെ വർക്കാവില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്വിങ്ങൊക്കെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കി ബ്രേക്കൗട്ടുകളൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വർക്കിംഗ്. അതിൻ്റെ അകത്ത് ഡൗട്ടൊന്നുമില്ല. ഞാൻ ഓവറോൾ ട്രെൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ 2025 ഓപ്ഷൻസിൽ വന്ന മാറ്റങ്ങൾ ഇനി എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ നോക്കി. ഡിസംബറിലോടുകൂടി നമുക്ക് ലോട്ട് സൈസ് കൂട്ടി, സെബിയുടെ നിയന്ത്രണങ്ങൾ വന്നു. അങ്ങനെ പല കാര്യങ്ങൾ വന്നപ്പോൾ 2025 നമുക്ക് ഇനിയിപ്പോൾ നിഫ്റ്റിയും സെൻസെക്സ് മാത്രമേ ഉള്ളൂ. സെൻസെക്സ് ഇപ്പോഴും ആളുകൾ ഒരുവിധം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് സെറോദ പോലുള്ള ബ്രോക്കേഴ്സ് പൂട്ടിക്കിടന്ന പല എക്സ്ചേഞ്ചുകളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവിടെ ഓരോ ഇൻഡെക്സുകൾ തുടങ്ങി. എന്തിനാണ്? വീക്കിലി ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി മതി എന്നാണ് സെബിയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ NSEയും BSE അല്ലാതെ വേറെ 2 എക്സ്ചേഞ്ച് കൂടി ഉണ്ടെങ്കിലോ വീക്കിലി മറ്റ് എക്സ്പയറികൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പല എക്സ്ചേഞ്ചുകളെയും പൊക്കി കൊണ്ടുവരാൻ ഇവിടുത്തെ വലിയ ബ്രോക്കേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ സെബിയും ബ്രോക്കേഴ്സും തമ്മിലുള്ള ഡയറക്റ്റ് വാറിന് തന്നെയാണ് കാരണമായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വരും ചിലപ്പോൾ 2025 മറ്റ് എക്സ്പയറികൾ കൂടി, വീക്കിലി എക്സ്പയറികൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ NSEയുടെ ഡോമിനൻസ്
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നേക്കുമായിട്ട് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് 2025 എന്നാണ് എനിക്ക് ഈ തോന്നുന്നത്. ഒരു സെബി കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവനോട് ഞാൻ ചോദിച്ചത്, എടാ എങ്ങനെയുണ്ട് ട്രേഡിംഗ് ഒക്കെ? അപ്പോൾ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഒക്കെ നിന്നില്ലേ, ഇനിയിപ്പോൾ ട്രേഡൊക്കെ വളരെ കുറവായിരിക്കും, അപ്പോൾ ആൾ വിദേശത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ട്രേഡേഴ്സിൻ്റെ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഒരു മൂല്യച്യുതി നമുക്ക് കാണാൻ പറ്റും. പല ഓപ്ഷൻ ട്രേഡേഴ്സും ട്രേഡ് നിർത്തി. കാരണം ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ തന്നെ ഡിസംബറിൽ വളരെ കുറച്ച് ദിവസം എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്താ, എല്ലാ ദിവസവും ഓരോ എക്സ്പയറി ഉണ്ടായിരുന്നു, എനിക്ക് വ്യാഴാഴ്ച മാത്രമേ എക്സ്പയറി ഉള്ളൂ. അപ്പോൾ ആ ട്രേഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, പ്രീമിയത്തിലുള്ള അത്രയും വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നിഫ്റ്റിയിൽ അസാമാന്യമായ ഒരു ഫ്ലക്ച്വേഷൻ അല്ലേ, മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും ഓപ്ഷൻ ബൈയിങ് ട്രേഡേഴ്സിനെ കുറിച്ച് നല്ലൊരു ഡിസംബർ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഡിസംബറിൽ മൊത്തത്തിൽ എന്താ പറയുക, ഇത് കുറഞ്ഞപ്പോൾ ഡിസംബർ അവധി ദിവസങ്ങളല്ലേ, ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വോളിയം കുറവായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഡേ ഈ ഫ്രൈഡേ നല്ല വോളിയം മാർക്കറ്റിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ജനുവരി ആയപ്പോഴേക്കും. അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് മാർക്കറ്റിലൊരു സ്റ്റേബിൾ വോളിയം വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കാണിക്കും. അപ്പോൾ ഡിസംബർ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഡിസംബറിൽ നമ്മൾ പൊതുവേ ട്രേഡ്, ഇപ്പോൾ നമ്മൾ ഇതിന് നമ്മുടെ ഫോറക്സ് ആൽഗോ പോലും നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല ഡിസംബറിൽ. കാരണം കഴിഞ്ഞ 10-12 മാസമായിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫോറക്സ് ആൽഗോയിൽ. പക്ഷേ ഡിസംബറിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, മാർക്കറ്റ് മൂവ്മെൻറ്റ് ഇല്ല. കഴിഞ്ഞ ഡിസംബർ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഡിസംബർ അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. നമ്മുടെ ഇന്ത്യൻ ആൽഗോയിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസംബറിൽ നമ്മൾ ട്രേഡ്സ് ചെയ്തിട്ടില്ല. ട്രേഡ് പുഷ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കില്ല. 2 റീസൺ. ഒന്ന്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല. രണ്ടാമത്തെ റീസൺ, ബാങ്ക് നിഫ്റ്റി എന്നേക്കുമായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ചരമഗീതം ഫ്രണ്ട് ആയിരുന്നു. കാരണം നിഫ്റ്റി ചതിച്ചാലും ബാങ്ക് നിഫ്റ്റി ചതിക്കില്ല എന്നുള്ളൊരു അല്ലേ, തീർച്ചയായിട്ടും വലിയ മൂവ്മെന്റ് കിട്ടുന്നതായിരുന്നു എല്ലാവർക്കും. കാരണം നിഫ്റ്റി കറക്റ്റ് ചെയ്താലും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഒരു പരിധി വരെ ഫിൻ നിഫ്റ്റി കൂടി ആ ലെവലിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഒരൊറ്റടിക്ക് ഇല്ലാതായത്. നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2.5 വർഷമായിട്ട് നമ്മൾ ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ ഒരു പക്കാ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയതിൻ്റെ വലിയ സങ്കടം നല്ല സങ്കടമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അതായത് ഈ ഓപ്ഷനിൽ വന്ന മാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം. സംഭവിച്ചു എന്നറിയോ, ഈ ഇൻഡെക്സ് ഓപ്ഷൻസ് കുറഞ്ഞപ്പോൾ പല ആളുകളും സ്റ്റോക്ക് ഓപ്ഷൻസിലോട്ട് പോയി തല വെച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ഓൾറെഡി അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇത് ഉണ്ടാവാൻ പോകുന്നത്. അതും എല്ലാവരും ഓപ്ഷൻ ബൈയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭാവിയിൽ സ്റ്റോക്ക് ഓപ്ഷനിൽ നല്ല ലിക്വിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി നല്ല ലിക്വിഡിറ്റി വന്നു. റീറ്റെയിലേഴ്സ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലിക്വിഡിറ്റി വന്നു. പക്ഷെ ബയ്യേഴ്സ് ചെല്ലും തോറും സെല്ലേഴ്സിന് അവിടെ ഒരു അഡ്വാൻറ്റേജ് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇൻഡെക്സുകൾ ഇന്ത്യയിൽ നേരെ തിരിച്ചാണല്ലോ, സെല്ലേഴ്സ് ഇവിടെ ഭയങ്കര കൂടുതലുണ്ട്. അതുകൊണ്ട് ബയ്യേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ സെല്ല് ചെയ്യണം എപ്പോൾ ബൈ ചെയ്യണം എന്നുള്ളതിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ മാർക്കറ്റിൽ ഈ ഒരു ചേഞ്ചിനെ കുറിച്ചിട്ട് മാത്രം നമുക്ക് സംസാരിക്കേണ്ട എക്സ്പേർട്ട് ഒപ്പീനിയൻസ് നമ്മൾ കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ തരാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ അത്തരത്തിലുള്ളൊരു എക്സ്പേർട്ട് കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു FMCG സെക്ടറിൽ ITC ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റുമോ? അതായത് ITC ഡീമർജ് ചെയ്യാനായിട്ട് പോകണം. അതായത് അല്ലേ, ITC ഹോട്ടൽസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പുറത്ത്. ഞാൻ ITC ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്? ആൻഡ് എപ്പോഴും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ പ്രതിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി പോകുന്നു, ഈ കമ്പനിയിൽ നഷ്ടം ഉണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടെങ്കിൽ ഈ നഷ്ടമുള്ള കമ്പനീനെ അതിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കമ്പനി കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനീൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ കമ്പനീൻ്റെ അടുത്ത് പുറത്ത് വെച്ചാൽ ഈ കമ്പനി ഭയങ്കരമായിട്ടുള്ള ഉയരങ്ങളിലോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ITC ഹോട്ടൽസിലോട്ട് നോക്കുകയാണെങ്കിൽ ITC ഹോട്ടൽസ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹോട്ടൽ ഗ്രൂപ്പാണ്. 3000 കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. എന്നാൽ ITC ഹോട്ടൽസിനെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ITCയിലെ അത്രയും വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് അല്ല ITC ഹോട്ടൽസ്. എന്നാൽ ITC ഹോട്ടൽസിൻ്റെ അടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ITC എന്ന് പറയുന്ന സ്റ്റോക്കിന് ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ITC ഹോട്ടൽ അത്ര മോശം കമ്പനി ആയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം പറയാം. ഇപ്പോൾ ITC ഇൻഡെക്സ് ഫണ്ടുകളിലുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഡെക്സുകൾക്ക് ETFസിൽ ഓൾറെഡി ITC ഹോട്ടൽസ് കൂടി വരും. ITC വരും, ITC ഹോട്ടൽസും വരും. ETF-ൽ നിഫ്റ്റി 50-ൽ പിന്നെ ആരില്ല, ITC ഹോട്ടലില്ല. അപ്പോൾ ETFകൾ എന്ത് ചെയ്യും, ITC ഹോട്ടൽസിനെ സെല്ല് ചെയ്യും. ശരിയല്ലേ?
അപ്പോൾ ഈ ITC ഹോട്ടൽസിൽ സ്പ്ലിറ്റ് ആയതിനു ശേഷം ITC ഹോട്ടൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരും. ഇപ്പോൾ നിഫ്റ്റി BC എന്നും ഉൾപ്പെടെയുള്ള പല ഇൻഡെക്സ് ഫണ്ടുകളും ITC ഹോട്ടലിനെ സെല്ല് ചെയ്ത് കളയും. കാരണം അവർ നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മാത്രമല്ലേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ITC ഹോട്ടൽ നിഫ്റ്റി 50 ഇല്ലാത്തതുകൊണ്ട് ഇവർ സെല്ല് ചെയ്യും. അപ്പോൾ ഇനിഷ്യലി ITC ഹോട്ടൽസിൽ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ വരികയും ഡീമർജറിന് ശേഷം ITC ഹോട്ടൽ താഴത്തോട്ട് പോവുകയും ചെയ്യും. നമ്മൾ ജിയോ ഫിനാൻസിൽ ഈ പ്രതിഭാസം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ ഒരു ബേസ് ഉണ്ടാക്കുന്ന സമയത്ത് ITC ഹോട്ടൽസിനെ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു അക്യുമുലേഷൻ ആയിരിക്കും. മാത്രമല്ല ഈ ഡീമർജറിന് ശേഷം ITC സ്റ്റോക്കിൽ വിത്തിൻ എ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ തന്നെ ITC കൂടുതൽ മുകളിലോട്ട് പോകാനൊരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ രണ്ടിനെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ITCയിലെ ആ ഒരു ഡീമേഴ്സിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക. ITC ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2025 വളരെ ശക്തമായിട്ടുള്ള SIPസും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. 2025 ഡിസംബറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഓക്കെ 2025 വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായിട്ടും 2026 ജനുവരിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കമൻറ്റ്സ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റുകൾ സ്ഥിരമായിട്ട് കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന നല്ല ഇൻവെസ്റ്റേഴ്സും നല്ല ട്രേഡേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കൂടി നമുക്ക് പല പ്രാവശ്യം നമ്മുടെ പോഡ്കാസ്റ്റുകളിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇത് നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കും അവസാനം വരെ ഇത് കാണത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇരുന്നിരുന്ന് ബോറടിച്ചു. അങ്ങനെയല്ല, നമുക്ക് അവരുടെ ഓഡിയൻസിന്റെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നൈബറായിട്ടുള്ള ഈ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു ആളുണ്ട്. അദ്ദേഹം 1975 മുതൽ സ്റ്റോക്കുകൾ വാങ്ങുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നിയർലി 5 കോടി രൂപയുടെ പോർട്ട്ഫോളിയോ ഉണ്ട്. 75 വയസ്സോളം അദ്ദേഹത്തിനായി. 4 ലക്ഷമൊക്കെയാണ് പുള്ളി ഡിവിഡൻഡ് വരെ എവറി മന്ത് 4 lakhs ഡിവിഡൻഡ് വാങ്ങുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിനെ പോഡ്കാസ്റ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പുള്ളി ഒന്ന് മകൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പോഡ്കാസ്റ്റ് കൂടുതൽ കളർഫുൾ ആകുക. അപ്പോൾ നമ്മൾ പല ഗസ്റ്റുകളെയും കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ പല പോഡ്കാസ്റ്റുകളും more than 100K വ്യൂയിലോട്ടൊക്കെ പോയത് ഗസ്റ്റുകളുള്ള എക്സ്ട്രാ വീഡിയോസിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ഷെയർ ചെയ്യാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആളുകൾ മാത്രമല്ല കേട്ടോ, വലിയ ലോസ് വരുത്തിയ ആൾക്കാരെയും നമ്മൾ സംസാരിക്കാനായിട്ട്. പക്ഷെ അവങ്ങളുള്ള വരത്തില്ല, കാരണം അവർക്ക് അതൊരു ഷെയിം ആവാനുള്ള ചാൻസ് അല്ല. ഇപ്പോൾ ഒരു 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്യാൻ ഒത്തിരി നോളജ് ഉണ്ടാകും. ശരിയാണ്. അതായത് ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് വന്ന ആളുകളുണ്ടെങ്കിലും സ്റ്റോറി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യാം, നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2025 നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണിത്. അപ്പോൾ ഈ വർഷം ഇനി നമ്മുടെ പോഡ്കാസ്റ്റുകൾ അങ്ങനെ കത്തി കയറട്ടെ എന്നുകൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.